മെസ്സിയെ കേരളത്തിലേക്ക് എത്തിക്കുമെന്ന് പലകുറി പൊള്ളയായ വാഗ്ദാനം നൽകി മലയാളികളെ പറ്റിച്ചത് സ്പോൺസറും മുൻ സർക്കാരുമാണ്. ഇനി നീ എങ്ങാനും എന്റെ പൊന്നു ദൈവമേ, എന്നാലും എന്റെ മുതലാളി ഞങ്ങളോട് ഈ ചതി വേണ്ടായിരുന്നു. മുതലാളി ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേരെ. മുതലാളി അന്ന് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, മെസ്സിയെ കൊണ്ടിരുന്ന കാര്യമൊക്കെ ഒന്ന് കേട്ട് നോക്കിക്കേ. ഇത് വിജയിച്ചാൽ ഗുണം ചെയ്യാൻ പോകുന്നത് കേരളത്തിന് മാത്രമല്ല അർജന്റീന ടീമിനും കൂടി ആയിരുന്നു. അത് അവർ മനസ്സിലാക്കി വന്നാൽ നല്ലത്, അല്ലെങ്കിൽ അതിന്റെ നടപടി സ്വീകരിക്കും. അതിനുശേഷം ഒരു തള്ളുന്നുണ്ട്, ഇതൊന്ന് കേട്ടെ. മാർച്ച് വിൻഡോയിൽ കളി നടത്തണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. അത് നിങ്ങൾ എടുക്കണ്ട. അല്ല, അടുത്ത വിൻഡോ, അതുകൊണ്ടാണ് അടുത്ത വിൻഡോ. ഈ വിൻഡോയിൽ ഫിഫ അനുമതി കിട്ടി അടുത്ത വിൻഡോയിൽ കളിക്കുക. ആഹാ, അടിപൊളി. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ന്യൂസില് കുറെ സത്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്, അതൊന്ന് കേട്ടു നോക്കാം. മെസ്സിയെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് നടത്തിയത് വ്യാജ നീക്കമാണെന്നും തെളിയുകയാണ്. കായിക വകുപ്പ് റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. മെസ്സിയെ എത്തിക്കാനുള്ള നീക്കത്തിന്റെയോ സ്പോൺസർ സർക്കാർ കരാറിന്റെയോ രേഖകൾ ഒന്നും തന്നെയില്ല. സ്പോൺസറായി രംഗത്തെത്തിയ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനുമായി സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെട്ടുമെന്ന ഗുരുതരമായ പരാമർശവും റിപ്പോർട്ടിലുണ്ട്. മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കം അതൊരു വ്യാജ നീക്കമായിരുന്നു എന്നും കൂടാതെ കോടികളുടെ തട്ടിപ്പും ചട്ടലംഘനവും നടന്നു എന്നുള്ള കാര്യങ്ങളും ഈ റിപ്പോർട്ടിൽ കണ്ടെത്തി ഇപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ മുൻപിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് ഏതാണ്ട് $1.5 കോടി അന്നത്തെ മൂല്യം 126 കോടി രൂപയാണ്, അത്രയും രൂപ നൽകിയെന്നായിരുന്നു സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അവകാശപ്പെട്ടത്. എന്നാൽ പണം അയച്ചതിന്റെയോ ടീം കൈപ്പറ്റിയതിന്റെയോ ഒരു രേഖയുമില്ല. സത്യത്തിൽ ക്യാഷ് അടിച്ചു മാറ്റിയത് ആരായിരിക്കും, ആരൊക്കെ ചേർന്നായിരിക്കും? മുൻ മന്ത്രിയുടെ പേര് പറയുന്നുണ്ട്, അതുപോലെ നമ്മുടെ മുതലാളിയുടെ പേര് പറയുന്നുണ്ട്. സത്യത്തിൽ ആരായിരിക്കും ക്യാഷ് അടിച്ചു മാറ്റിയേ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്താണെങ്കിലും ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് ഈ സീനാണ്. നിങ്ങൾ കട്ടോ, പക്ഷെ ഞാൻ കക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കക്കരുത്.